Hi guys, this is Ashish This is Avinash and we are D Company. So we are back with another video. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി ലോക ചാപ്റ്റർ 2-ന്റെ ഒരു പ്രോമോ പോലെ എന്തോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. Already it came out. Charlie X Michael. Yeah, it came out I think 11 days ago. 11 days ago. നമ്മൾ നാട്ടിലിരിക്കുമ്പോഴാണ് ഈ സംഭവം ഇറങ്ങിയത്. നമ്മളത് കാണാൻ നിന്നില്ല. Correct. നേരെ അങ്ങ് റിയാക്ഷനിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അത്ര ലേറ്റ് ആയി പോയത്. By the way, it's from the channel YouTube ദുൽഖർ സൽമാന്റെ ചാനലിൽ നിന്നാണ് ഇട്ടേക്കുന്നത്. അതെ. ആൻഡ് എനിക്കൊന്ന് ഇത് മൂവിയുടെ ടൈം തന്നെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും. അതെ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം മൈക്കിൾ. ഈ ഒരാഴ്ച ഞങ്ങൾ നാട്ടിൽ പോയ സമയത്ത് ഞങ്ങൾ ഒരു വീഡിയോസും ഒരു യൂട്യൂബ് ഓപ്പൺ ചെയ്യൂല. കാരണം യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ സംഭവങ്ങളായിരിക്കും. പിന്നെ ഇൻസ്റ്റാഗ്രാമും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കാണാൻ നിൽക്കത്തില്ല, മൂവി റിലേറ്റഡ് ആയിട്ടുള്ള. കാരണം ഒരു സ്പൂഫ് അല്ലേ നമ്മുടെ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു മെഡിക്കൽ ഇതിനാണ് പോയത്. അപ്പോൾ ആ ഒരു സമയത്ത് എന്നൊന്നും ടൈമില്ല. കറക്റ്റ്. അതേപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം മൈക്കിളിൻ്റെ ആയിരിക്കും ഇനി നെക്സ്റ്റ് പാർട്ട്. മൈക്കിളാണോ ചാർലി ആണോ? മൈക്കിൾ. ചാർലി എന്ന് പറഞ്ഞാൽ ദുൽഖർ സൽമാൻ. ഓക്കെ. മൈക്കിൾ എന്ന് പറഞ്ഞാൽ ടൊവിനോ തോമസിന്റെ ആണ് നെക്സ്റ്റ് മൂവി എന്ന് ഓൾറെഡി ഒരു ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു ഫുൾ സെറ്റ് ആണല്ലേ? ഫുൾ സെറ്റ് ആവാറ് അവരുടെ കാര്യം. അപ്പൊ നമുക്കിത് മൈക്കിൾ എക്സ് ചാർലിയുടെ കണ്ടുപോകാം. യെസ്. ഓക്കെ. ബൈ ദ വേ ലോക അതേപോലെ 300 കോടി പ്ലസ് അടിച്ചല്ലോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ പടം ലോകയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ചാപ്റ്റർ 2-ന്റെ ടീസർ വല്ലതും ഇറങ്ങുന്നത് ഇനിയിപ്പോൾ ഒരു 1 ഇയർ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും. പറയാൻ പറ്റത്തില്ല ബ്രോ. പെട്ടെന്ന് ഇറക്കാനോ? ഇതെന്തോ ഷൂട്ട് ചെയ്യണ്ടേ? ഭാരത്തുനിന്ന് വന്ന് പേപ്പർ അക്കൗണ്ടിൽ പിടിച്ചു വിടുന്നതല്ലോ. അങ്ങനല്ല, ടീസർ വേണമെങ്കിൽ അവർക്ക് നേരത്തെ ഇറക്കാം. ഇതിപ്പോൾ പ്രോമോ പോലെ അല്ലേ? മേ ബി ദിസ് ദേ ഹാവ് ഷൂട്ട് ഓൾറെഡി നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചായിരിക്കും. We don't know, let's see. Okay. 3, 2, 1. ഉറക്കം വരുന്നില്ലേ? ഉറക്കമൊന്നും ശരിയായിട്ടില്ല. ഓക്കെ, സോ 3, 2, 1 ആൻഡ് ഗോ. എടോ എന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കടോ. എപ്പോഴും വേണ്ട, വല്ലപ്പോഴും. ഒരു 50 കൊല്ലം കൂടുമ്പോഴോ 100 കൊല്ലം കൂടുമ്പോഴോ. താല്പര്യമില്ല. അതെന്താ? നീ ഒരു ബോറനായതുകൊണ്ട്. കള്ളു കുടിച്ചാൽ 6 ബോറൻ. ഞാൻ ബോറനോ? താനാടോ ബോറൻ? ഞാൻ ഫണ്ണ. പിന്നെ മിസ്റ്റർ, ഈ കള്ളുകൂടി ഞങ്ങളെ ചാത്തന്മാരുടെ ഒരു ബേസിക് ട്രീറ്റ് ആണ്. ഞാൻ മാത്രമല്ല, എൻ്റെ 389 ബ്രദേഴ്സും ക്രോണിക് ആൽക്കഹോളിക്സ് ആണ്. കള്ളു കുടിച്ചാൽ ഞങ്ങൾ ഭയങ്കര ഫണ്ണ. കോപ്പാണ്. ഇയാളൊരു മാതിരി. എന്തിനാണ് അത്ര ബലം പിടിക്കുന്നത്? ഒന്ന് ഫ്രീ ആവണം. ഇത് വായിച്ചായിരുന്നോ? നമ്മളെ പറ്റിയാ ഫസ്റ്റ് ചാപ്റ്റർ അവളാ. കളിയങ്കാട്ട് നീരി, മൈ ഗേൾ. ചാപ്റ്റർ 2 ഞാനാ മോനെ. ആയിക്കോട്ടെ. തൻ്റെ ചാപ്റ്റർ ഞാൻ വായിച്ചായിരുന്നു. ഒരു കാര്യം ചോദിക്കട്ടെ, ഹിറ്റ്ലറിനെ തട്ടിയത് താനല്ലടോ? സത്യം പറ. അല്ല, ഇതിനകത്ത് അങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ട് ചോദിച്ചാ. നിനക്കിപ്പോ എന്താ വേണ്ടേ? എൻ്റെ ചേട്ടൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. അറിഞ്ഞായിരുന്നോ? പുള്ളി എൻ്റെ അത്ര ഫണ്ണല്ല, ചില വയലൻ്റാ. അറിയാം. മൂത്തോനും തന്നെയാണോ അവന് വേണ്ടത്? എനിക്ക് പേടിയൊന്നുമില്ല, എന്നാലും ചേട്ടനല്ലേ. അതിന് എന്തെങ്കിലും സഹായം ആവശ്യം വന്നാൽ വിളിക്കും. വരുമോ? ഇയാളിതൊരു കൂട്ടം ജാടയാണ്. വരാന്ന് പറയടോ. അവനൊരു ഭ്രാന്തനാണ്. നിന്റെയൊക്കെ കുടുംബ പ്രശ്നത്തിൽ ഞാനതിന് തരണം. ബ്രോ, നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ ബ്രോ? അല്ല ബ്രോ. എനിക്കറിയാം താൻ വരുമെന്ന്. ഇല്ലെങ്കിൽ ചാത്തന്മാര് തന്നെ കൊണ്ടുവരും. നീ വിളിക്ക്, നമുക്ക് നോക്കാം.
98 അല്ലേ 398 ബ്രദേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ഏത് ചേട്ടനാ വരുന്നത് എനിക്കറിയാൻ ചോദിക്കുക. ഏറ്റവും മട്ടനായിട്ടുള്ള ആളാന്നല്ലേ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബട്ട് സമ്മതിക്കണം അല്ലേ? കാരണം ഇനി എൻക്രെഡിറ്റ്സ് നമ്മൾ മൂവി കാണാൻ പോയി വലിയ കാര്യത്തില് നമ്മൾ മൂവി കണ്ടു, എൻക്രെഡിറ്റ്സ് ഒന്നും കാണാനൊന്നുമില്ല നമ്മളെ മുമ്പ് കയറി. അതെ, നമ്മൾ വിചാരിച്ചു ഓക്കെ മലയാളം മൂവീസിന് അങ്ങനെ എൻക്രെഡിറ്റ് സീൻസ് വെക്കും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മളങ്ങനെ അതിനുശേഷം ഇപ്പൊ ഏത് മൂവിക്ക് പോയാലും എൻക്രെഡിറ്റ്സ് കണ്ടിട്ടേ പോകത്തുള്ളൂ. ഈവൻ ഫോർ ഓജി വി വെയിറ്റഡ്. ഓജി it was having an end credit scene. But ഇത് ഭയങ്കര നീറ്റ് ആയിട്ട് എടുത്തേക്കുന്നടാ. ഇവര് നേരത്തെ എടുത്തു വെച്ചതാണ്, മൂവിയുടെ സമയത്ത് തന്നെ എടുത്തു വെച്ചതാ അല്ലേ? അത് ടോവിനോടെ ലുക്ക് വിഷയം, പിരികം കണ്ടായിരുന്നു. ചാത്തൻ അവനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ, ടോവിനോടെ കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ അവരേക്ക്. മൈക്കിൾ ആൻഡ് ചാർലി. ഇപ്പൊ ചാപ്റ്റർ 2 ഈസ് മൈക്കിൾ. ഡ്രസ്സിങ് ശ്രദ്ധിച്ചോ? എന്തായിരുന്നു തോന്നുന്നത്? ജോക്കർ ടൈപ്പ് ആണ് ഉദ്ദേശിച്ചത്. എനിക്ക് സോർട്ട് ഓഫ് ജോക്കർ ഓർമ്മ വന്നേ. അല്ല കാരണം ഏതൊരു ഇന്റർവ്യൂല് ഡയറക്ടർ വാസ് സേയിങ് ഒരു മൈക്കിൾ ജാക്സൺ ഫാനാണ് മൈക്കിൾ എന്ന് പറയുന്നത്, ചാത്തൻ. ഓ, അതാണ് കുറെ റെഫറൻസ് ഉണ്ടായിരുന്നു മൂവിയിലാണ് ഇപ്പോഴും ഡാൻസ് കളിക്കുന്നത്. ഭയങ്കര കുറെ റെഫറൻസ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഡ്രസ്സ് മറ്റേ മൈക്കിൾ ജാക്സൺ ഒരു വലിയ കോൺസേർട്ടിനൊക്കെ ഇട്ട ഡ്രസ്സാണ്. ഇങ്ങനെ ഫുൾ ലൈൻ ആയിട്ട് ഡ്രസ്സ് ഇട്ടിട്ടില്ലേ, വൈറ്റ് കളർ. ഓക്കെ, ഇങ്ങനെ എല്ലാവരും മോസ്റ്റ്ലി എല്ലാവരും ഈ സാധനം ഇറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, അടുത്ത് കാണും ഒരു ഡെഡ്പൂൾ വൂൾവറിൻ സെറ്റപ്പ് പോലെ പിടിച്ചിട്ടുണ്ടെന്ന്. ഡെഡ്പൂളിനെ പോലെ 2 വാള് ദുൽഖറിൻ്റെ കയ്യിൽ, വൂൾവറിനെ പോലെ അല്ല, ആ ഒരു ടൈപ്പ് ഓഫ്. നേരെ തിരിച്ചാകാം വേണമെങ്കിൽ. ടോവിനോ ഒരു ഡെഡ്പൂൾ പോലെ ആവാം, കാരണം ടോവിനോ കുറച്ചുകൂടെ ഫണ്ണാണ്. അല്ല, ഞാൻ പറയാം, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ 2 കത്തിയുള്ള ദുൽഖർ, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലേ, ഡെഡ്പൂള് വൂൾവറിനും ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലേ ആ മൂവിക്ക്. അത് ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ അങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇറ്റ് വാസ് നൈസ്, കൊള്ളാം, ഇറ്റ് വാസ് നൈസ്. എന്തായാലും ഇത് ഇനിയിപ്പോ ട്രെയിലറൊക്കെ ഇറങ്ങുമ്പോൾ വളരെ താമസിക്കും ഗൈസ്. ഒരുപാട് ഇനി 1 year എടുക്കുമായിരിക്കും. സ്റ്റിൽ ഇറ്റ് ഈസ് റണ്ണിങ്, ദ മൂവി ഈസ് സ്റ്റിൽ റണ്ണിങ്. ഇറങ്ങട്ടെ, നല്ല സിനിമകൾ ഇറങ്ങട്ടെ. അങ്ങനെ 1 year എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ അങ്ങ് പോവും സാധനം, ചുമ്മാ അങ്ങ് പോവും. സോ അപ്പോ ശരി നമ്മള് ഞങ്ങളെന്നാ പോട്ടെ. ഓക്കെ, വെൽക്കം ബാക്ക് വിത്ത് അനദർ വീഡിയോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. സോ ഇഫ് യു ആർ ന്യൂ ടു ദ ചാനൽ, ഗോ വാച്ച് അതർ വീഡിയോസ്, സബ്സ്ക്രൈബ് അവർ ചാനൽ ഫോർ ന്യൂ വീഡിയോസ്, ലൈക്ക് ചെയ്യുക. വേറെ എന്താണ്? അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.